அப்ப நான் சொல்லட்டுமா? போட்டோ எடுக்கட்டுமா? ஜீவிதம் நஷ்டப்பட்டு போகும். இது மாமாக்காக நான் இந்த வாட்டி சொல்லாம இருக்கேன். நெக்ஸ்ட் டைம் எதனா நான் பார்த்தேன்னா ஏதாவது வந்ததுன்னா കണ്ടിപ്പാ ഞാൻ പേടിപ്പിച്ചിട്ട് വീട്ടിലേക്ക് ത്രെറ്റനിങ് കോൾസ് പല ത്രെറ്റനിങ് കോൾസും ഇടയ്ക്ക് വരാറുണ്ട്. ചില ദിവസങ്ങൾക്ക് മുമ്പേ എലിസബത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എലിസബത്തിന് ഭയങ്കരമായിട്ട് ബാഡ് കമൻറ്റ് വരുന്നു, പിന്നെ ഫേസ്ബുക്ക് റിപ്പോർട്ട് അടിച്ചിട്ട് പൂട്ടാൻ നോക്കുന്നു, പിന്നെ ബോഡി ഷേമിങ്, അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും എലിസബത്ത് എന്താ പറഞ്ഞതെന്ന് നമുക്കൊന്ന് കണ്ടുവരാം. നെഗറ്റീവ് കമൻറ്റുകളുണ്ട്. അത് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് ഐ ഡി റിപ്പോർട്ട് അടിച്ചു പോകും. അമ്മാതെ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ എത്ര നെഗറ്റീവ് കമൻറ്റ് അടിച്ചിട്ട് എൻ്റെ വീഡിയോ നിർത്താൻ നോക്കിയാലും ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. കാരണം ഞാൻ മാക്സിമം നാണം കെട്ടിട്ടും അതുപോലെ തന്നെ മാക്സിമം ചതിക്കപ്പെട്ടിട്ടും അതുപോലെ തന്നെ മാക്സിമം എല്ലാത്തിൻ്റെയും മോശം അവസ്ഥയിൽ നിന്ന് ഇങ്ങനെ പിടിച്ചു മോളിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. കേട്ടല്ലോ, മാക്സിമം വഞ്ചിക്കപ്പെട്ടിട്ടും മാക്സിമം ചതിക്കപ്പെട്ടിട്ട് എക്സ്ട്രീം കമൻറ്റുകൾ ഇട്ടിട്ടുമാണ് അവരെ തളർത്താൻ നോക്കുന്നതെന്ന്. അപ്പം മനസ്സിലാവും ആരെ കുറിച്ചാണ് പറയുന്നത്, ബാലയുടെ കുറിച്ചാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ ബാല ഇവരുടെ പേര് വെട്ടി തുറന്ന് പറഞ്ഞിട്ടെങ്കിലും അവരും അങ്ങനെയാണ് ഇത് പറയുന്നുള്ളത്, നേരെ തിരിച്ചിട്ടാണ് പറയുന്നത്. എന്നാലും കുറച്ചുകൂടി കണ്ടുനോക്കാം. നാണം കെടുന്നതിൻ്റെ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ തന്നെ നാണം കെടുക, ഇൻസൾട്ടഡ് ആവുക, അതുപോലെ തന്നെ എന്താ പറയുക, അങ്ങനെ കുറേ ബോഡി ഷെയ്മിങ് തുടങ്ങിയ എല്ലാ വൃത്തികെട്ട പരിപാടികളും അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അറിയാത്ത ഏതൊക്കെയോ ഫേക്ക് ഐഡികൾ വന്നിട്ട് കുറച്ച് 4 നെഗറ്റീവ് കമൻറ്റ് ഇട്ടുകൊണ്ട് ഞാൻ വീഡിയോ നിർത്താൻ പോകുന്നില്ല. ആ നാണമൊക്കെ എനിക്ക് പോയി. അതുകൊണ്ട് നിങ്ങൾ ഇന്നെ നാണം കെടുത്തിയിട്ട് എൻ്റെ വീഡിയോകൾ നിർത്താൻ പോവുക, അല്ലെങ്കിൽ പേടിപ്പിച്ചിട്ട് വീട്ടിലേക്ക് പല ത്രെറ്റനിങ് കോൾസും ഇടയ്ക്ക് വരാറുണ്ട്. അങ്ങനത്തെ ത്രെറ്റനിങ് കോൾസ് വന്നിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം, ഞാൻ ആരെയും ഉപദ്രവിക്കാനൊന്നും പോകണില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കിയിട്ട് നടക്കുകയാണ്. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ പേടിപ്പിക്കാമെന്ന് വിചാരിക്കണ്ട, അല്ലെങ്കിൽ നാണം കെടുത്തിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിർത്തുമെന്ന് വിചാരിക്കണ്ട. അങ്ങനത്തെ ഞാൻ ഓൾമോസ്റ്റ് എലിസബത്തിന് വേണമെങ്കിൽ ബാലയുടെ കുറച്ച് ഇഷ്യൂസ് നടന്നിട്ടുണ്ടായിരുന്നല്ലോ. ഈ അടുത്ത് ഫോട്ടോസിന്റെ വിഷയമായാലും അമൃത സുരേഷിന്റെ ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് നടന്ന സമയത്ത് എലിസബത്തിന് വേണമെങ്കിൽ കുറെ കാര്യങ്ങൾ വന്ന് പറയാമായിരുന്നു. പക്ഷെ എലിസബത്ത് കമാന്ന് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല ബാലയെ പറ്റിയിട്ട്. എന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഒരു വീഡിയോ ഇട്ടിട്ട് പറയുകയും ചെയ്തു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ഒന്നും എന്റെ ഭാഗത്തുനിന്ന് കിട്ടാൻ പോകുന്നില്ല, ഞാൻ അതിനെ പറ്റിയിട്ട് പറയത്തൂല്ല, എനിക്ക് സംസാരിക്കാൻ അതിനെപ്പറ്റി താല്പര്യവുമില്ല എന്ന്. പക്ഷെ ഇപ്പം എലിസബത്ത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ അത്രയ്ക്ക് നല്ല രീതിയിൽ പേഴ്സണലി ഹേർട്ട് ചെയ്തതിന്റെ പേരിലാണ് എലിസബത്ത് ഇങ്ങനെയുള്ള സംഭവം പറയുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ ആലോചിക്കുക, ബാല എന്ന് പറയുന്ന ഒരു കാര്യം അവരുടെ ലൈഫിൽ നിന്ന്. എന്തായാലും ഇവരുടെ പ്രശ്നം ഇനിയും തീരാൻ പോകുന്നില്ല. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പേര് പറയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസ് ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എന്തായാലും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ.